ഇന്നലെ വാഹന പര്യടനം അവസാനിപ്പിച്ച് ഇപ്പോൾ ഓരോ ചെറിയ സ്ഥലങ്ങളിലും കശുവണ്ടി ഫാക്ടറികൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവസാന വട്ടത്തെ വോട്ടുറപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണ് സി ആർ മഹേഷ്. എല്ലാ സർവേകളിലും നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് എതിരാളിയായിട്ടുണ്ട്. അത് ഒരു ഗുണമായിട്ട് തോന്നുന്നുണ്ട് ഈ പ്രചരണങ്ങളൊക്കെ. തീർച്ചയായിട്ടും അത് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ വന്ന് കണ്ടില്ലേ, എനിക്ക് അക്കയെന്ന് വിളിക്കാൻ, ഇത്ത എന്ന് വിളിക്കാൻ, എന്നെ എടാ എന്ന് വിളിക്കാൻ, മഹേഷ് എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള അങ്ങനെ ഒരു മണ്ഡലം കരുനാഗപ്പള്ളിയിൽ കാണും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കള്ളപ്രചരണങ്ങളും ഇവിടെ പൊളിഞ്ഞടങ്ങിപ്പോകും. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ എതിർ കക്ഷികളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ PR വർക്ക് എടുത്ത അവരാണ്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ആരോപണം എന്താണ്? ഞാൻ ചെണ്ട കൊട്ടുന്നു, നാടകം കാണുന്നു, മരണത്തിന് പോകുന്നു. നേരത്തെ MLA മാരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ വലിയ സമ്പന്നരുടെ വീടുകളിൽ മാത്രം, പ്രമാണിമാരുടെ വീടുകളിൽ മാത്രമായിരുന്നു പോകുന്നത്. ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ മുഖത്ത് പോലും നോക്കാത്ത നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ ആദ്യം നോക്കുന്ന ഈ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ മുഖത്താണ്. അവരെ നോക്കി ഒരു ചിരിച്ചിരിക്കുക, അവർക്കൊരു സന്തോഷമാണ്. ഞാനൊരു MLA ആയിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല, നാട്ടുകാർക്കും തോന്നിയിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഇപ്പോൾ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു A ക്ലാസ് മണ്ഡലമായിട്ടാണ് കരുനാഗപ്പള്ളിയെ കാണുന്നത്. കാടടച്ചുള്ള പ്രചരണമുണ്ട്. അത് പ്രചരണത്തിലാണ്. ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ പോലും അവർക്ക് സ്ഥാനമില്ല. ഞാൻ എല്ലാ കക്ഷിക്കാരുടെയും സ്ഥാനാർത്ഥിയായിട്ട്, ജനപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. കാരണം എനിക്കൊരു വോട്ട് ചെയ്യുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറപ്പില്ല. എനിക്ക് വോട്ട് ചെയ്യുന്നതിന് STP-ക്കാർക്കോ BJP-ക്കാർക്കോ വേറെ ഒരു കക്ഷി രാഷ്ട്രീയം നോക്കാതെയാണ് ആളുകൾ എനിക്ക് വോട്ട് ചെയ്യുന്നത്. പഞ്ചായത്ത് മെമ്പർമാർ പണിയെടുക്കുന്നതിനേക്കാൾ താഴെ തട്ടിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരാളാണ്. എല്ലാവിധ ആശംസകളും. ക്യാമറമാൻ ഷാനസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.